നമസ്കാരം. അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളെന്ന പട്ടം നൽകി ഇടതുപക്ഷ സർക്കാർ അവരെ ആദരിക്കുമ്പോൾ ഒരു കാലത്ത് കേരളത്തിന് തന്നെ ഇത് തലവേദനയായി മാറുമെന്ന് പിണറായി സർക്കാരിനോട് രാഷ്ട്രീയ നിരീക്ഷകരും പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഒരു മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതൊന്നും തന്നെ കേട്ട ഭാവം ഇടതുപക്ഷ സർക്കാർ കാണിച്ചില്ല. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഹബ്ബായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കേരളം അവർക്ക് ഒരു ദുബായായി മാറിയിരിക്കുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക്. അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാടുകളിൽ ചെന്ന് കുറ്റകൃത്യം ചെയ്യുകയും അവിടെ നിന്ന് മുങ്ങി നേരെ പൊങ്ങുന്നത് കേരളത്തിലാണ്. കൂടാതെ ബീഹാർ, ഒഡീസ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് കേരളത്തിൽ വിൽപ്പന നടത്തും. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു പ്രധാന കേന്ദ്രമായി പെരുമ്പാവൂർ മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കുത്തൊഴുക്കായി, ഒരു ഹബ്ബായി അവിടെ മാറുന്നു. എന്ത് സംഭവം അവിടെ എപ്പോഴും വേണമെങ്കിലും പെരുമ്പാവൂരിൽ നടക്കാം എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ കേരളത്തിലേക്ക് ബംഗാളികൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ കേന്ദ്ര അന്വേഷണ വിഭാഗമായ IB ഉൾപ്പെടെ ഒരു നിർദ്ദേശം കേരളത്തിന് നൽകിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ ഗൗരവമായി എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വ്യാജ ആധാർ കാർഡിലും വ്യാജ വിലാസത്തിലും താമസിച്ച ബംഗ്ലാദേശി സ്വദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ നേതൃത്വത്തിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡായ ATS-ഉം അതോടൊപ്പം തന്നെ എറണാകുളം റൂറൽ പോലീസും സംയുക്തമായി ഒരു അന്വേഷണം നടത്തി. അതായത് ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ നടത്തിയപ്പോൾ അനധികൃതമായി കൊച്ചിയിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന 27 ബംഗ്ലാദേശി പൗരന്മാരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്നും വ്യാജ ആധാർ കാർഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. കാർഡുകൾ ബംഗ്ലാദേശിൽ നിന്നാണ് സംഘടിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ നിലവിലത്തെ സംഭവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഒറിജിനൽ ആധാർ കാർഡുമായി ബംഗ്ലാദേശ് പൗരനെ YP ഞാറക്കിൽ നിന്നും പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. യഥാർത്ഥ ആധാർ കാർഡും ഇയാളിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് ആധാർ കാർഡുമായി അക്ഷയ സെന്ററിൽ ചെന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വിരലടയാളം വരെ കൃത്യമാണെന്ന് കണ്ടെത്തിയത്. അക്ഷരാർത്ഥത്തിൽ പോലീസിനെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമായാണ് ഇത് മാറിയിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിലെ പൗരൻ ഇവിടെ നുഴഞ്ഞു കയറി യഥാർത്ഥ ആധാർ കാർഡ് വരെ സംഘടിപ്പിച്ചത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. നിരവധി ബംഗ്ലാദേശികൾ എറണാകുളത്തിന്റെ റൂറൽ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്നാണ് പോലീസിന്റെ വിവരം. കൊച്ചിയിൽ നിരവധി ബംഗ്ലാദേശികൾ എത്തിയിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമായതിനാൽ വരും ദിവസങ്ങളിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കം ഉള്ള ഉദ്യോഗസ്ഥർ കേരളത്തിൽ കൂടുതൽ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യതയും പോലീസിൽ നിന്നും അന്വേഷണം ഏറ്റെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ IB ഉദ്യോഗസ്ഥർ നിരന്തരം കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് നൽകിയതാണ് ഇങ്ങനെ ഒരു സംഭവം വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ പിണറായി വിജയന്റെ കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചുകളും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗങ്ങളെല്ലാം ഉറക്കത്തിലായിരുന്നു എന്നതിൻ്റെ ഒരു അടിവരയിടുന്ന ഒരു തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.